ഇടുക്കിയിലെ വോട്ടർമാർ മതനിരപേക്ഷതയ്ക്കും നാടിനും വേണ്ടിയും നിലകൊള്ളുന്ന തനിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുമെന്നും തന്റെ വിജയം ഉറപ്പാണെന്നും LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് വ്യക്തമാക്കി. വാഴത്തോപ്പ് പഞ്ചായത്തിലെ മുളകുവള്ളി അങ്കണവാടിയിൽ കുടുംബാംഗങ്ങൾക്കൊപ്പമെത്തി ജോയ്സ് ജോർജ് വോട്ട് രേഖപ്പെടുത്തി. ജോയ്സ് ജോർജിന്റെ വിജയം ഉറപ്പാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് തന്റെ നാടായ വാഴത്തോപ്പ് പഞ്ചായത്തിലെ മുളകുവള്ളി അങ്കണവാടിയിലെ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കുടുംബാംഗങ്ങളും അദ്ദേഹത്തിനൊപ്പമെത്തി വോട്ട് രേഖപ്പെടുത്തി. ഇടുക്കിയിലെ വോട്ടർമാർ മതനിരപേക്ഷതയ്ക്കും നാടിനും നാട്ടുകാർക്കു വേണ്ടിയും നിലകൊള്ളുന്ന തനിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുമെന്നും തന്റെ വിജയം ഉറപ്പാണെന്നും ജോയ്സ് ജോർജ് വ്യക്തമാക്കി. മതനിരപേക്ഷതയ്ക്ക് അനുകൂലമായി പാർലമെന്റിൽ നിലപാട് സ്വീകരിക്കാൻ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും MP എന്ന പദവിയുടെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ഇടപെടലുകൾ നടത്താൻ, അഭിപ്രായങ്ങൾ പറയാൻ, ആ പറയുന്ന അഭിപ്രായങ്ങൾ ഉറപ്പിച്ച് പറയാൻ, ഉറക്കെ പറയാൻ, അത് നിരന്തരമായി പറയാൻ എനിക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മന്ത്രി റോഷി അഗസ്റ്റിൻ വാഴത്തോപ്പിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കാൻ കഴിയുന്ന ജോയ്സ് ജോർജ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുമെന്ന് റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഇടുക്കി ജനതയുടെ മനസ്സ് ഏറെക്കാലമായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വികസന കാഴ്ചപ്പാടുകൾക്കും അതോടൊപ്പം രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കപ്പെടണം എന്നുള്ളതിലും തീവ്രമായി ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഭരണത്തെ സംബന്ധിച്ചും നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും സജീവമായ ജാഗ്രതയും ചിന്തയും ഉണർത്തുന്നൊരു സമൂഹം ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് രാവിലെ മുതൽ നടക്കുന്ന പോളിംഗിൽ കണ്ടുവന്നിരിക്കുന്ന ഒരു പ്രത്യേകത. എല്ലാ ബൂത്തിലും തന്നെ നല്ല തിരക്കുണ്ട്. കഴിയുന്നത്ര ആൾക്കാരെല്ലാം വളരെ സജീവമായ രംഗത്ത് വോട്ട് രേഖപ്പെടുത്തുന്ന ചിത്രമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.